വയനാട് പൂക്കോട് കോളേജിലെ കൊടും ക്രൂരതകൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. JS സിദ്ധാർത്ഥ് മരിച്ച 12ാം ദിവസമാണ് പ്രതികളെല്ലാം പിടിയിലാകുന്നത്. 24 പുറത്തു കൊണ്ടുവന്ന വാർത്തകളാണ് കുഴിച്ചുമൂടപ്പെടുമായിരുന്ന ആൾക്കൂട്ട പൈശാചികത പുറം ലോകത്തെ അറിയിച്ചത്. പ്രതികളുടെ അറസ്റ്റും വൈസ് ചാൻസലർക്കെതിരായ നടപടിയും പ്രതിപക്ഷ പ്രതിഷേധവുമാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് സംഭവിച്ചത് ഈ വാർത്തകളാണ് വിശദമായി പരിശോധിക്കുക. സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. പ്രധാന പ്രതി സിൻജോ ജോൺസൺ അടക്കമുള്ള 18 പ്രതികളും കസ്റ്റഡിയിലുണ്ട്. കീഴടങ്ങാൻ വയനാട്ടിലേക്ക് എത്തുമ്പോഴാണ് സിൻജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഇന്ന് സംഘർഷത്തിൽ കലാശിച്ചു. പൂക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് ആദ്യം. അഭിജിത്ത് നമ്മളോടൊപ്പം ഉണ്ട് തത്സമയം വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിലേക്ക് ആദ്യം പോകാം. മുഴുവൻ പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു, കസ്റ്റഡിയിലായിരിക്കുന്നു. ഇതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന്. ഇന്നിപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ? ഗോപി, ഏറ്റവും പുതിയ വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് തയ്യാറാക്കിയ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ പേരും നിലവിൽ പിടിയിലായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ പ്രതികളിൽ പലരും പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, കോടതിയിലെത്തി കീഴടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലരെ കൊല്ലത്തും ബാംഗ്ലൂരിലും വരെ എത്തി പോലീസ് പിടികൂടുന്നൊരു സാഹചര്യവും നിലനിന്നിരുന്നു. അതിനിടയിലും മുഖ്യപ്രതികളെ അടക്കം പോലീസ് പിടികൂടുന്നില്ല എന്നുള്ള ഒരു ആരോപണം, ഒരാക്ഷേപം ഒരു ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിൻജോ ജോൺസനെ കുറിച്ചാണ്. ഈ സിൻജോ ജോൺസണാണ് ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. മർദ്ദനമടക്കം കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയത് ഈ സിൻജോ ജോൺസൺ ആണെന്ന് പറയപ്പെടുന്നു. ഈ സിൻജോ ജോൺസൺ ഇന്ന് പിടിയിലായിരിക്കുന്നു. അതായത് അയാൾ കൽപ്പറ്റ കോടതിയിലെത്തി കീഴടങ്ങാനുള്ള ശ്രമത്തിനിടെ കൽപ്പറ്റയിൽ വെച്ച് പോലീസ് ഇയാളെ പിടികൂടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയ പ്രതിപ്പട്ടികയിലുള്ള 18 പേരും നിലവിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. പക്ഷേ ഇതിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിരിക്കാം, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താനുള്ളൊരു സാഹചര്യവും നിലവിൽ ഉണ്ട്. കാരണം നേരത്തെ തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന നൽകിയതാണ്. കേവലം 18 പേരിൽ ഒതുങ്ങുന്ന ഒരു പ്രതിപ്പട്ടികയല്ല പോലീസിൻ്റെ, അല്ലെങ്കിൽ പോലീസ് മനസ്സിലാക്കിയെടുത്തോളം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു നടുമുറ്റത്ത്, ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് കുറേ കുട്ടികൾ നോക്കി നിൽക്കെ അതിക്രൂരമായി ഒരു വിദ്യാർത്ഥിയെ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് മർദ്ദിച്ചൊരു സംഭവമാണ്. കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കി, കവിളത്തും നെഞ്ചിലും വയറ്റിലും ചവിട്ടിക്കൊണ്ട് ഒരു ദാഹജലം പോലും നൽകാതെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു, റാഗിങ്ങിന് ഇരയാക്കി എന്നുള്ളതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെയും ഒപ്പം പോലീസിൻ്റെയും കണ്ടെത്തൽ. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കേവലം 18 പേരിലേക്ക് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിലും നൽകുന്ന വിവരം. പക്ഷേ അതിലേക്കൊക്കെ എത്തുക ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യലിലൂടെയായിരിക്കും. കസ്റ്റഡിയിലുള്ള പ്രധാന പ്രതിയായ സിൻജോ ജോൺസൺ, കാശിനാഥൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് നിലവിൽ എത്തിച്ചേരുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡീനെതിരായ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ, യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടന്ന മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിക്കുകയുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ആദ്യം പ്രതിഷേധവുമായി എത്തിയത് KSU ആണ്. പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാൻ KSU പ്രവർത്തകർ ശ്രമിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തകർ. ഇതിനിടെ പോലീസ് ഇവരെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ പ്രവർത്തകർ ഈ ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറുന്നതും നമുക്ക് കാണാനായി സാധിച്ചു. ഈ ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഈ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾക്കെതിരെയും കോളേജ് അധികൃതർക്കെതിരെയും പ്രതിഷേധം മുഴക്കുന്ന വിദ്യാർത്ഥികളെയും KSU പ്രവർത്തകരെയും യൂത്ത് ലീഗ് പ്രവർത്തകരെയും നമുക്ക് കാണാനായി സാധിച്ചു. ഏതായാലും എല്ലാ രീതിയിലും വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന്, യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഉയരുന്നത്. ഗോപി,
അഭിജിത്ത്, സ്വാഭാവികമായും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആശങ്കകൾ, അതോടൊപ്പം ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ നിയമസാധുതയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ 18 പേർ കസ്റ്റഡിയിലായതും തുടർന്ന് ഈ സർവകലാശാല VC-ക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടിയുമൊക്കെ, ഇതിലെല്ലാം കുടുംബം തൃപ്തരാണോ? അവർക്ക് ഈ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടോ? ഗോപി, ഈ കുടുംബം ആദ്യം മുതൽ ഉന്നയിച്ച ആരോപണം, ഈ പോലീസ് പ്രതിപ്പട്ടിക തയ്യാറാക്കിയത് തൊട്ട് ഇങ്ങോട്ട് കുടുംബം ഉന്നയിച്ച ആരോപണം ഇത് 18 പേരിൽ ഒതുങ്ങുന്നതല്ല. ഒപ്പം തന്നെ കോളേജ് അധികൃതർ വ്യക്തമായ രീതിയിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിദ്ധാർത്ഥൻ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ മരണവിവരം രക്ഷിതാക്കളെ ഡീൻ അറിയിക്കുന്നത്. അതുതന്നെ ഏറ്റവും വലിയൊരു കൃത്യവിലോപമാണ്. അയാളുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ, ഈ കാര്യങ്ങൾ തൊട്ട് ഇങ്ങോട്ട് ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. ഇന്നലെ VC കുടുംബത്തെ സന്ദർശിച്ചതാണ്. ആ ഘട്ടത്തിലും VC കുടുംബത്തോട് പറഞ്ഞൊരു കാര്യം, പ്രത്യക്ഷത്തിൽ ഡീനെതിരെ ഒരു നടപടിക്ക് സാധ്യതയില്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയിട്ടില്ല, തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ നടപടികളെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിലടക്കം കുടുംബത്തിന് നിലവിലും ആശങ്കയുണ്ട്. അവരുടെ ആശങ്കയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. കോളേജ് അധികൃതർ ഇത്രയും ദിവസം അറിയാതെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കില്ല. മറ്റൊന്നുകൂടിയുണ്ട്, ഇന്നലെയാണ് പെൺകുട്ടിയുടേത് എന്ന പേരിൽ ഒരു പരാതി വരുന്നത്. ഈ പരാതി പരിശോധിച്ച ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ ഒരു എൻക്വയറി റിപ്പോർട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടിലടക്കം ദുരൂഹതകൾ ഉന്നയിക്കപ്പെട്ടതാണ്. പെൺകുട്ടി പരാതി നൽകുന്നത് സിദ്ധാർത്ഥൻ മരിച്ച അതേ ദിവസമാണ്. അന്നൊരു ഞായറാഴ്ചയാണ്. ഈ ഒരു ഞായറാഴ്ച ഇത്തരത്തിൽ പരാതി നൽകാൻ സാധിക്കുമോ, ഓഫീസുകളിൽ സ്വീകരിക്കുമോ എന്നുള്ളത് മറ്റൊരു വശത്ത്. ഒപ്പം സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞിട്ടും ഈ സിദ്ധാർത്ഥനെതിരായ ഒരു അന്വേഷണം ഈ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇങ്ങനെ അടിമുടി ഒരു ദുരൂഹത കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടും ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്കെതിരെയും, അതായത് ഈ കൃത്യത്തിൽ നേരിട്ടോ അല്ലാതെയോ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ഗോപി, അഭിജിത്ത്, ഇപ്പോഴും ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് പോലീസ് വ്യക്തമായ ഒരു ചിത്രം രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടോ? അതായത് 18 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ചില ആശങ്കകളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ഗോപി, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയോ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആ ക്യാമ്പസിനകത്ത് നിലനിന്നിരുന്നു. ആ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഈ രീതിയിലേക്കുള്ള ഒരു മർദ്ദനത്തിലേക്ക് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ നീങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ നിലവിൽ പോലീസ് തയ്യാറായിട്ടില്ല. നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ സ്ഥിരീകരിച്ച ഏതെങ്കിലും ഒരു കാരണത്തെക്കുറിച്ച് നമ്മളുമായി ഒരു പങ്കുവെക്കൽ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു വിവരം നിലവിൽ പറയാൻ നമുക്ക് സാധിക്കില്ല. അത് പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് അത്തരത്തിലുള്ള ഒരു മറുപടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കേണ്ടത്. പക്ഷേ ഏതൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം. പക്ഷേ എങ്കിൽ കൂടി എന്ത് കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ഞെട്ടലുളവാക്കുന്ന രീതിയിലുള്ള മർദ്ദനം അത് ഹോസ്റ്റലിന്റെ 4 സ്ഥലങ്ങളിൽ എത്തിച്ചു നടന്നു എന്നുള്ളതാണ് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്ന് ഈ കോളേജിന്റെ നടുമുറ്റത്ത്, ഒപ്പം ഈ മുറികളിൽ എത്തിച്ച്, കൂടാതെ വാട്ടർ ടാങ്കിന് സമീപത്ത്, പിന്നെ ഈ കോളേജ് ഹോസ്റ്റലിന് സമീപത്തുള്ള ഒരു കുന്നിൻ മുകളിൽ എത്തിച്ച്, ഇങ്ങനെ 4 ഇടങ്ങളിൽ എത്തിച്ച് സിദ്ധാർത്ഥനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കാൻ തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തി, ബെൽറ്റ് കൊണ്ടടിച്ചു. ചിലർ ഈ രംഗം കണ്ട് അത് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും വളരെ ക്രൂരമായ ഒരു
കൃത്യമാണ് ആ ഹോസ്റ്റലിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് പോലീസും ഒപ്പം ആന്റി റാഗിംഗ് സ്ക്വാഡും നൽകുന്ന വിവരങ്ങൾ വെച്ച് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമോ, എന്തൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത്, എന്തൊക്കെയാണ് ഈ ഒരു മർദ്ദനത്തിലേക്ക് നയിച്ചത്, അന്വേഷണത്തിൽ ഇനി കണ്ടെത്താൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ, അന്വേഷണത്തിന് ഇനി പുതിയ വഴികൾ സഞ്ചരിക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 18 പ്രതികൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന് പൂക്കോട്ട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ കോളേജിലെ 4 സ്ഥലങ്ങളിൽ വെച്ചാണ് മർദ്ദിച്ചത്. അതിക്രൂരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥ് നേരിട്ടത്. ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടാണ് മർദ്ദനമുണ്ടായത്. ഈ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി. സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനമേറ്റ പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ഹോസ്റ്റലിൽ 4 ഇടങ്ങളിൽ വെച്ച് അതിക്രൂരമായ പൈശാചികമായ രീതിയിലുള്ള മർദ്ദനം സിദ്ധാർത്ഥിന് നേരിട്ടു എന്നുള്ളതാണ് പോലീസിന്റെ ഉൾപ്പെടെ കണ്ടെത്തൽ. ഇന്നലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഉൾപ്പെടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള മർദ്ദനം സിദ്ധാർത്ഥിന് നേരിട്ടു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റത്താണ്. ഈ നടുമുറ്റത്ത് വെച്ചാണ് സിദ്ധാർത്ഥിനെ ഈ ഹോസ്റ്റലിലെ മറ്റുള്ളവർ ചേർന്ന് ആദ്യം മർദ്ദിക്കുന്നത്. ഈ നടുമുറ്റത്ത് വെച്ച് വിവസ്ത്രനാക്കി എല്ലാവരും നോക്കി നിൽക്കെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് മറ്റു കുട്ടികൾ, ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾ ആന്റി റാഗിംഗ് സ്ക്വാഡിനടക്കം നൽകിയിരിക്കുന്ന മൊഴി. ക്രൂരമായ രീതിയിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. അതായത് മർദ്ദിക്കാൻ മടിച്ചവരെ ഭീഷണിപ്പെടുത്തി വിളിച്ചു കൊണ്ടുവന്ന് ഈ മർദ്ദനം, അതായത് സിദ്ധാർത്ഥനെ മർദ്ദിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പല സ്ഥലങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ഹോസ്റ്റലിന്റെ ഈ സമീപത്തു കൂടിയുള്ള ഹോസ്റ്റലിൻ്റെ റൂമുകളിലെത്തിച്ച്, ഹോസ്റ്റലിലെ ഡോർമെറ്ററി റൂമുകളിലെത്തിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഈ വിദ്യാർത്ഥികൾ, കോളേജിലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിലുണ്ട്. അതായത് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ, കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയായിരുന്നു ഈ സംഘം. മാറി മാറി സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, കവിളത്തടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, നെഞ്ചത്തും വയറിലും ചവിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ കൊടിയ പീഡനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടത്. ഈ മുറികളിൽ ഒന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ രണ്ടാമതായി മർദ്ദിക്കുന്നത്. നടുമുറ്റത്തെ മർദ്ദനത്തിന് ശേഷം വിവസ്ത്രനാക്കിയ സിദ്ധാർത്ഥനെ ഈ മുറികളിൽ ഒന്നിൽ വെച്ച് വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് കൃത്യമായി പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ട വിചാരണയാണ് സിദ്ധാർത്ഥൻ നേരിട്ടത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ വാട്ടർ ടാങ്കിന് സമീപത്തേക്ക് കൊണ്ടുപോയി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. ഹോസ്റ്റലിൻ്റെ വിവിധയിടങ്ങളിലെത്തിച്ച് ഏതാണ്ട് 25ലധികം പ്രതികൾ ചേർന്നാണ് ഈ ഒരു വിചാരണ നടത്തിയത്, മർദ്ദനം നടത്തിയത്. ഈ കൊടിയ മർദ്ദനമാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. അക്കാര്യം വ്യക്തവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ അടക്കം വിളിച്ചുണർത്തിയാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് ഇവർ പോയത്. അതായത് മർദ്ദിക്കാൻ തയ്യാറാകാതിരുന്നവരെ ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുകയായിരുന്നു. ശേഷം പലരും ഈ ദൃശ്യങ്ങൾ സഹിക്കാൻ കഴിയാതെ, അതായത് ഈ മർദ്ദന ദൃശ്യങ്ങൾ സഹിക്കാൻ കഴിയാതെ ചിലർ കരഞ്ഞുകൊണ്ട് ഈ രംഗത്ത് നിന്ന്, അതായത് ഈ സ്ഥലത്ത് നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ റിപ്പോർട്ടിൽ, ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിയിൽ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതായത് വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം സിദ്ധാർത്ഥൻ നേരിട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഹോസ്റ്റലിലെ ശുചിമുറിയിലാണ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്നാണ് പിന്നീട് ഇതര സംസ്ഥാനക്കാരായ കുട്ടികളാണ് ഈ വിവരം പുറത്തറിയിക്കുകയും ചെയ്തത്. ഈ കുട്ടികൾ പിന്നീട് ഭയം കാരണം വീട്ടിലേക്ക് മടങ്ങി. അതായത് അതിനുശേഷം പിന്നീട് അവർ ഈ ഹോസ്റ്റലിലേക്ക് തിരികെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാനായി സാധിക്കുന്നുണ്ട്. അതായത് ഭയമാണ് ഇവരെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രധാന കാര്യം. വളരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇവിടെയുള്ള ഹോസ്റ്റലിലെ ചില സംഘങ്ങൾ, അത് പ്രത്യേകിച്ച് കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ഇടങ്ങളിൽ വെച്ചാണ് മർദ്ദനം നടന്നത്. 3 ഇടത്ത്, ഈ ഹോസ്റ്റലിലെ 3 ഇടങ്ങളിൽ വെച്ചായിരുന്നു ആദ്യം മർദ്ദനം. പിന്നീട് ഇതിന് സമീപത്തുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയും സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കിപ്പം ദൃശ്യങ്ങളിൽ കാണാനായി സാധിക്കുന്നത് പോലെ ഈ ഒരു ഹോസ്റ്റൽ
ഹോസ്റ്റലിലെ ഈ ഒരു ശുചിമുറിക്കകത്ത് വെച്ചാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ശുചിമുറിക്കകത്ത് വെച്ചാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾ കാണുന്നത്. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികൾ ഈ കാര്യം പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. വളരെ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം സിദ്ധാർത്ഥിന് ഇവിടെ വെച്ച് നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഒരു സംഭവം, ഈ ഒരു സിദ്ധാർത്ഥിന് നേരിട്ട ആ ഒരു ദുരനുഭവം അത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ആ ഒരു മർദ്ദനം, ആ മർദ്ദനത്തിന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ ആ റിപ്പോർട്ടിലടക്കം പരാമർശിച്ച കാര്യങ്ങൾ അത് ഏവരെയും, അതായത് മനസാക്ഷിയുള്ള ഏതൊരാളെയും ഞെട്ടിപ്പിക്കുന്നതാണ്. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ റിബിൻ ജോൺ പാലേരിക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിലെ വീഴ്ചകളിൽ 12 ദിവസത്തിന് ശേഷം നടപടി വന്നു. സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വെറ്റിനറി വൈസ് ചാൻസലർ ഡോക്ടർ MK ശശീന്ദ്രനാഥിനെ ഗവർണർ സസ്പെൻഡ് ചെയ്തു. ഇത് സംബന്ധിച്ച് ചാൻസലർ ഉത്തരവിറക്കി. ഡോക്ടർ PC ശശീന്ദ്രനാണ് VCയുടെ ചുമതല. ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നീക്കം തുടങ്ങി. After this boy lost his life, it was the duty of the university to report the matter to the chancellor. Even that, they did it. I'm not saying they did not do it. They did it only yesterday. So therefore, we have already decided to suspend the vice chancellor and order an inquiry. SFIക്കെതിരെ ഇന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ വിമർശനം ആവർത്തിച്ചു. ക്യാമ്പസിൽ SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലുകൾ SFI ഹെഡ്ക്വാർട്ടേഴ്സുകളായി മാറ്റുന്നുവെന്നും ഗവർണർ ആക്ഷേപിച്ചു. That SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടികൾക്ക് തയ്യാറാകുമ്പോഴാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് പ്രതികരിച്ചു. കോളേജ് അധികൃതരുടെ വീഴ്ചയാണ് ഈ നടപടിയിലേക്ക് എത്തിച്ചത്. സിദ്ധാർത്ഥിന്റേത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണെന്നും MR ശശീന്ദ്രനാഥ് പറഞ്ഞു. മരണം സംഭവിച്ച ബാത്റൂമിൽ കെട്ടി തൂങ്ങിയതാണ്. ആ വാതില് തല്ലി പൊളിക്കുകയുണ്ടായത്. ദാറ്റ് മീൻസ് അത് സൂയിസൈഡാണ്, നോട്ട് മറ്റുള്ള ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഡീൻ്റെ സാന്നിധ്യത്തിൽ അവിടെയുള്ള കുട്ടികളും അവിടുത്തെ 1-2 അധ്യാപകർ അവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കും. ഞായറാഴ്ചയായിരുന്നു ആണ് അത് ചെയ്തിട്ടുള്ളത്. നിയമപരമായിട്ടും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടതാണ്. ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സമയത്തിന് ചെയ്യാത്തത് കൊണ്ട് ഒരു ദാരുണമായ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. വൈസ് ചാൻസലറെ പുറത്താക്കിയ ഗവർണറുടെ നടപടി സർക്കാരിനെ ചൊടിപ്പിച്ചു. സർക്കാരുമായി കൂടിയാലോചിച്ചില്ലെന്നും VCയെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി കൊണ്ടുവന്നത്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. അത് ശരിയായ നടപടിയല്ല. ഗവർണർ ഗവൺമെൻറ്റുമായിട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു നടപടിയെടുത്തത്. ആ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി MG പ്രതീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ ഗവർണർ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിയിരിക്കുന്നു. ആ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണം വരുന്നു. വൈസ് ചാൻസലർ ആകട്ടെ ഈ മരണം കൊലപാതകമല്ല, അത് ആത്മഹത്യയാണ് എന്ന് പറയുന്നു. കോളേജ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. താൻ നടപടിയെടുക്കാൻ പോകുമ്പോഴാണ് തനിക്കെതിരെ നടപടി ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് മാറാൻ പോകുന്നത്? ഇതിലിപ്പോൾ ഈ വൈസ് ചാൻസലർക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി അതിൻ്റെ നിയമസാധുത സർക്കാർ ചോദ്യം ചെയ്യുകയാണോ? തീർച്ചയായും ഗോപികൃഷ്ണൻ. കാരണം സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് കോളേജ് അധികൃതർക്കെതിരെയാണ്. കാരണം സിദ്ധാർത്ഥിന് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിനു ശേഷം കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയാണ് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിനോടുണ്ടായത്. കാരണം സിദ്ധാർത്ഥിന് എന്ത് പറ്റിയെന്ന കാര്യം കോളേജ് അധികൃതർ ആരും തന്നെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു PG വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥിന്റെ മരണവാർത്ത ആദ്യം
വീട്ടുകാരെ അറിയിക്കുന്നത്. ആ ഘട്ടം മുതൽ തന്നെ ഈ കോളേജ് അധികൃതർക്കെതിരെ കൃത്യമായ ഒരു ആരോപണങ്ങൾ, പരാതികൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഗവർണർ ഈ വീട്ടിൽ സന്ദർശനം നടത്തുമ്പോഴും ഈ പരാതികൾ തന്നെയാണ് പ്രധാനമായും മാതാപിതാക്കൾ ഗവർണറോട് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്രതീക്ഷിത നടപടി ഉണ്ടാകുന്നത്. VC-യെ പുറത്താക്കിക്കൊണ്ട് ശക്തമായ ഒരു നടപടിയിലേക്ക് ഗവർണർ പോകുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കൂടുതൽ അന്വേഷണം വേണം, വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം കൂടി നടത്താൻ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതിന് ജഡ്ജിയെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു എന്നതാണ് ഗവർണർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഒപ്പം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും SFIക്ക് എതിരെയാണ്. ഈ നടന്നത് സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യയല്ല, അത് കൃത്യമായി കൊലപാതകമാണെന്നും ഗവർണർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേസമയം ഗവർണർ വൈസ് ചാൻസലർക്കെതിരെ സ്വീകരിച്ച നടപടിയെ സർക്കാർ പ്രതിരോധിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. കാരണം ഈ വെറ്റിനറി സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം നടത്തിയത്. കാരണം സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് ഗവർണർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നാണ് ചിഞ്ചുറാണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. അതേസമയം ഈ തുടക്കം മുതൽ തന്നെ ഈ VC-യോ ഡീനോ മറ്റ് കോളേജ് അധികൃതരോ ഈ കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം VC ഇവിടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ ഈ ചിഞ്ചുറാണി അടക്കം ഇത് 2 ദിവസം മുമ്പ് 24-നോട് പ്രതികരിച്ചത് ഡീൻ ഉൾപ്പെടെയുള്ള ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കോളേജ് അധികൃതർക്കെതിരെ നടപടി എടുക്കണമെന്നത് കുടുംബത്തിന്റെ ഒരു ആവശ്യം കൂടിയായിരുന്നു. ഈ ആവശ്യം കണക്കിലെടുത്താണ് എന്തായാലും ഗവർണർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ എല്ലാ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ വലിയ തരത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ നടക്കുന്നു എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. ഒപ്പം സിദ്ധാർത്ഥിനെതിരെ തെറ്റായ പരാതികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ പരാതി സ്വീകരിച്ച കോളേജ് അധികൃതർക്കെതിരെ കൃത്യമായ ഒരു നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും സിദ്ധാർത്ഥിനെ വെറുതെ വിടുന്നില്ല എന്നതാണ് പ്രധാനമായും കുടുംബം പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നീതിപൂർവമായ അന്വേഷണം വേണം. നിലവിൽ അറസ്റ്റിലായ പ്രതികൾ മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, ഇവരെ സഹായിച്ച എല്ലാവർക്കുമെതിരെ നടപടി വേണമെന്നൊരു ആവശ്യമാണ് നിലവിൽ കുടുംബം പറയുന്ന ഒരു കാര്യം. ഏതായാലും ഈ കാര്യത്തിൽ കുടുംബത്തിന്റെ ആവശ്യം മുഴുവൻ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയും ആളുകൾക്കെതിരെയും നടപടി വേണം എന്നുള്ളതാണ്. ഏതായാലും ഗവർണർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ നടപടി ചോദ്യം ചെയ്യപ്പെടുകയുമാണ്. സർക്കാർ ഈ കാര്യത്തിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്. SFIയുടെ ചരിത്രമറിയാത്തവർ സംഘടനയിലെത്തിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ക്യാമ്പസുകളിൽ റാഗിംഗ് ഇല്ലാതാക്കാൻ പ്രതിജ്ഞ പ്രസ്ഥാനമാണ് SFI. സിദ്ധാർത്ഥന് നീതി കിട്ടണമെന്നും മന്ത്രി 24-നോട് പ്രതികരിച്ചു. കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള നിലയിൽ മത്സരിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അവിടെയെല്ലാം സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനകളാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അവിടെയെല്ലാം SFI ആയിരുന്നാലും KSU ആയിരുന്നാലും ABP ആയിരുന്നാലും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്വാഭാവിക റാഗിങ്ങിന് പോലുള്ള അപരിഷ്കൃതമായിട്ടുള്ള നടപടിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമായി തന്നെ നടന്നു. അപ്പോൾ SFI അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ആ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർ ഇപ്പോൾ ഇതിൽ വന്ന് കൂടിയിട്ടുണ്ട്. അവരെല്ലാം പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഇത് ശുദ്ധീകരിക്കുക എന്നുള്ള നിലപാടാണ് SFI നേതൃത്വം സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അതിന് ഒരു സംശയവും ആർക്കും തന്നെ വേണ്ട. വാർത്തയിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പാർട്ടി അധ്യക്ഷൻ JP നദ്ദ വിളിച്ച വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്കാണ്. ആദ്യഘട്ടത്തിൽ 100 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. R. അച്യുതൻ ഡൽഹിയിൽ നിന്ന്, അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിന്റെ വിശദാംശങ്ങൾ നൽകാനാണ് അലക്സറാം നമ്മളോടൊപ്പം ചേരുക. അച്യുതൻ, എപ്പോഴാണ് BJPയുടെ ആദ്യഘട്ട 100 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നത്? അതിൽ കേരളത്തിലെ BJP മത്സരിക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ അറിയാൻ കഴിയുമോ?
ഗോപികൃഷ്ണൻ ഇന്ന് 6 മണിക്കാണ് പാർട്ടി അധ്യക്ഷൻ JP നദ്ദ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ 100 സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക. അതിൽ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരായിരിക്കും ഈ ആദ്യഘട്ട പട്ടികയിൽ വരിക. ഇതിൽ പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്ന് തന്നെയായിരിക്കും മത്സരിക്കുക. അതുപോലെ തന്നെ അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിലും പ്രതിരോധ മന്ത്രി ലക്നൌവിലുമായിരിക്കും മത്സരിക്കുക എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. എന്തായാലും 6 മണിക്കാണ് ആ വാർത്താ സമ്മേളനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും വരും. പ്രധാനമായും ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അത് സ്ത്രീകളെ കൂടി മുൻനിർത്തിയുള്ള ഒരു പട്ടികയായിരിക്കും BJP പുറത്തിറക്കുക. കാരണം ഈ വനിതാ സംവരണം അടക്കം കൊണ്ടുവന്ന സ്ത്രീ ശക്തീകരണത്തിൽ BJP സർക്കാരിൻ്റെ പങ്ക് പല പ്രചരണമാക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക കൂടി ആയിരിക്കും എന്തായാലും പുറത്തു വരിക. ഒപ്പം തന്നെ ദുർബലമായ മണ്ഡലങ്ങൾ അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അവിടേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ ആയിരിക്കും മത്സര രംഗത്തേക്ക് കൊണ്ടുവരിക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് BJP പല സർവേകൾ നടത്തിയിരുന്നു. അതിൽ ഈ നിലവിലെ സിറ്റിംഗ് MPമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിൽ അതൃപ്തിയുള്ളവരെ മാറ്റി നിർത്തി പകരം പുതിയ മുഖങ്ങളെ ആയിരിക്കും അവിടെ എന്തായാലും BJP പരീക്ഷിക്കാനായി ഒരുങ്ങുക. അതുപോലെ തന്നെ BJP MPമാരോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തേടിയിരുന്നു. പ്രവർത്തന റിപ്പോർട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തേടിയിരുന്നു. ആ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ അടക്കം അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയം എന്തായാലും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോലും പ്രധാനമായി ഇടം പിടിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം കൂടിയാണ്. ഈ ദക്ഷിണ ഇന്ത്യയിൽ പൊതുവെ ഈ ഒരു സ്വാധീനം കുറയുന്നൊരു ഘട്ടത്തിൽ തന്നെ അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങളുമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, അസം, കേരളം, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും 6 മണിക്കാണ് പാർട്ടി അധ്യക്ഷൻ JP നദ്ദ ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ ഈ 100 സ്ഥാനാർത്ഥികളെയായിരിക്കും ഈ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. ഗോപികൃഷ്ണൻ. ശരി, അലക്സറ മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇന്നിപ്പോൾ ഈ 100 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക BJP ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ദേശീയ നേതൃത്വം വൈകിട്ട് 6 മണിക്ക്. കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്ന് സംബന്ധിച്ചൊരു ഏകദേശ രൂപമായിട്ടുണ്ടോ? ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് അത് BJPയുടെ ഈ കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അവർ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിട്ടുണ്ട്. എന്താണ് കേരളത്തിലെ അവസ്ഥ? ഗോപി, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും അതിൽ BJP മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിലും ആരൊക്കെ മത്സരിക്കണം എന്നത് സംബന്ധിച്ചൊരു ധാരണ എന്നൊരു പട്ടിക സംസ്ഥാന നേതൃത്വം 2 പ്രാവശ്യം ദേശീയ നേതൃത്വം സമീപിച്ച് നൽകിയതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന നേതൃത്വം ആരുടെ പേര് നൽകിയാലും അത് ദേശീയ നേതൃത്വം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്തിമ അനുമതി നൽകുക. അതിനുശേഷമേ ആ പട്ടികയ്ക്ക് അന്തിമ രൂപമാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിഗണിക്കുന്ന പേരുകൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ആദ്യ പേരുകാരൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അടുത്ത ദിവസം തന്നെ ആരംഭിക്കാൻ നേരത്തെ BJP ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന മലയാളികൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ലഘു വീഡിയോകൾ ഇതിനോടകം BJPയുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഷെയർ ചെയ്യപ്പെട്ട് പോയിട്ടുണ്ട്. അത്തരത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യം. ആറ്റിങ്ങലിലേക്ക് എത്തിയാൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. V മുരളീധരനായി ഇന്ന് മണ്ഡലങ്ങളുടെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ V മുരളീധരനായി ചുവരെഴുത്ത് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. V മുരളീധരൻ വളരെ നേരത്തെ തന്നെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്നുണ്ട്. അത്തരത്തിൽ V മുരളീധരൻ ആറ്റിങ്ങൽ ഉറപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്ത് ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കൊല്ലത്ത് മത്സരിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം ശോഭാ സുരേന്ദ്രൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ PB ഗോപകുമാർ, അദ്ദേഹം കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റായിരുന്നു, അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമാരും തൽക്കാലം മത്സരിക്കേണ്ടതില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി അത്തരമൊരു തീരുമാനം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനോട് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ BJPയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നു. അദ്ദേഹം നേരത്തെ തന്നെ മത്സരിക്കാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ വൈമനസ്യം അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ പത്തനംതിട്ടയിൽ ഒരു പ്രശ്നം നിലനിന്നിരുന്നു. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി
എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ സജീവമായി നിലനിന്നിരുന്നു. അതിൽ BJP-യിൽ ഒരു വിഭാഗത്തിന്, സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല BDJS-ന്റെ എതിർപ്പ് BJP-യുടെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് PC ജോർജിനെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ പകരം ഒരു പേര് വരണം. അതിന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് മുന്നോട്ട് വരുന്നു. സംസ്ഥാന ഘടകം പകരം മുന്നോട്ട് വെച്ചത് PS ശ്രീധരൻപിള്ളയുടെ പേരാണ്. അങ്ങനെ സജീവമായി പത്തനംതിട്ടയിൽ പരിഗണിക്കുന്ന പേര് PS ശ്രീധരൻപിള്ളയുടെ പേരുണ്ട്. അനിൽ ആന്റണിയുടെ പേര് ഏറ്റവും ഒടുവിലായി ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരന്റെ പേരും പത്തനംതിട്ട മണ്ഡലത്തിൽ സജീവമായി പരിഗണിക്കുന്ന ഒരു പേരാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത്, നേരത്തെ കൊല്ലപ്പെട്ട OBC ജനറൽ സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രഞ്ജിത്തിന്റെ പേരിനാണ് മുൻതൂക്കം. അവിടെ സന്ദീപ് വചസ്പതിയെ പരിഗണിക്കുന്നു എന്നൊരു വിവരം നേരത്തെ തന്നെ വന്നിരുന്നതാണ്. കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയത്ത് അത് BDJS-ന്റെ സീറ്റാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നുള്ള കാര്യമാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളത്. BDJS അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അവർക്ക് 4 സീറ്റുകളാണ് കൊടുക്കുക എന്നുള്ള ധാരണയാണ് നിലവിലുള്ളത്. അതിൽ വയനാട് സീറ്റിൽ നിന്നും BDJS തൽക്കാലം മാറിയിരുന്നു. തങ്ങളുടെ സംഘടനാ സംവിധാനം അവിടെ ദൗർബല്യമാണ്. അതുകൊണ്ട് തന്നെ വയനാട് മാറണമെന്ന് BDJS-ഉം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കുമെന്ന് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. അങ്ങനെ അവർക്ക് നൽകിയ സീറ്റാണ് കോട്ടയം. കോട്ടയത്ത് BDJS-ന് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി സീറ്റും BDJS-നുള്ള സീറ്റാണ്. മാവേലിക്കരയും BDJS-നുള്ള സീറ്റാണ്. മറ്റൊരു സീറ്റ് ചാലക്കുടിയാണ് BDJS ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ചാലക്കുടി മണ്ഡലവുമായി ബന്ധപ്പെട്ട് ആ സീറ്റ് BJP-ക്ക് വേണം എന്നൊരാവശ്യം BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചാലക്കുടിയിൽ നേരത്തെ പരിഗണിച്ചുകൊണ്ടിരുന്ന പേരുകാർ മേജർ രവിയുടെ പേര്, AN രാധാകൃഷ്ണന്റെ പേര്, അതുപോലെ B ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളുടെ പേരാണ് ചാലക്കുടി മണ്ഡലത്തിലേക്ക് വേണ്ടി BJP പരിഗണിച്ചിരുന്ന പ്രധാനപ്പെട്ട പേരുകൾ. എറണാകുളത്ത് അനിൽ ആന്റണിയുടെ പേരിനായിരുന്നു മുൻതൂക്കം. അവിടെ TP സിന്ധുമോൾ, വിനീത ഹരിഹരൻ തുടങ്ങിയ വനിതാ നേതാക്കളുടെ പേരുകൾ സജീവമായി പരിഗണിച്ചിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളും ദേശീയ നേതൃത്വമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി പട്ടിക കൊണ്ടുപോയി. അതിൽ ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് OBC ഏതായാലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യങ്ങളിൽ 100 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയാണ് BJP-യുടെ ദേശീയ നേതൃത്വം ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. JP നദ്ദ BJP-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. വൈകിട്ട് 6 മണിക്കാണ് JP നദ്ദ വിളിച്ചു ചേർത്തിരിക്കുന്ന വാർത്താ സമ്മേളനം നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് അച്യുതൻ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അലക്സന മുഹമ്മദ്. വാർത്തയിലേക്ക് വീണ്ടും. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ 4 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. ധർവാഡ്, ഹുബ്ബള്ളി, ബംഗളൂരു സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B ദയാനന്ദ അറിയിച്ചു. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകാനുണ്ട്. മനേഷ്, ഈ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ 4 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നാണല്ലോ നമുക്ക് കിട്ടുന്ന സൂചന. ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്താണ്? പോലീസ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നുണ്ടോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. മനേഷിലേക്ക് നമുക്ക് തിരികെ വരാം. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉള്ളത്. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിലാണ് 4 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന സൂചന വരുന്നത്. ധർവാഡ്, ഹുബ്ബള്ളി, ബംഗളൂരു സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B ദയാനന്ദ അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. മനേഷ് പറഞ്ഞോളൂ. ഗോപികൃഷ്ണൻ, ഇന്നിപ്പോൾ രാവിലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നത്. മാത്രമല്ല ഇയാൾ ഇവിടെ എത്തിയത്, അതായത് ഈ പ്രതി ഈ പറഞ്ഞ കഫേയിൽ എത്തിയത് ബസ്സിലാണ്, BMTC ബസ്സിലാണ്. തിരിച്ചു പോയതും ബസ്സിൽ തന്നെയാണെന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ പോലീസിന്റെ അന്വേഷണം വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. 8 സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 4 പേർ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളത്. ഇന്നലെ തന്നെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അത് ബംഗളൂരു, അതുപോലെ ധാർവാഡ്, അതുപോലെ തന്നെ ഹുബ്ബള്ളി, ഈ 3 സ്ഥലങ്ങളിലുള്ള ആളുകളാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ മേഖലകളും, അതായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തായാലും പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ B ദയാനന്ദ പറയുന്നത്. എന്തായാലും അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ ഉപമുഖ്യമന്ത്രിയും ഒക്കെ പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 പേരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 8 സംഘങ്ങളാണ് അന്വേഷണം നടത്തുന്നത്. ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപികൃഷ്ണൻ. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം എടക്കരയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ചെമ്പൻകൊല്ലി സ്വദേശിയായ 32-കാരനാണ് മരിച്ചത്. ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നത് മലപ്പുറത്ത് ഒരു കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നുണ്ടോ? എന്താണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഇതേക്കുറിച്ച് പറയുന്നത്? ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൂടി ആയല്ലോ, 3 എണ്ണമായി ഇപ്പോൾ ഈ മരണം സംഭവിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണുള്ളത്?
ഗോപി, നിലവിൽ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലാണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വ്യാപകമാകുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് എടക്കര ചെമ്പൻകൊല്ലി സ്വദേശിയായിട്ടുള്ള 32 വയസ്സുള്ള യുവാവ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുന്നെയാണ് ഇയാളെ വൈറസ് ബാധയെ തുടർന്ന് എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി ഇദ്ദേഹത്തിന്റെ കരളിലേക്കും ഈ വൈറസ് പടരുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ഇദ്ദേഹം താമസിക്കുന്ന സമീപത്തെ 7 വാർഡുകളൊക്കെ തന്നെ നിലവിൽ ആരോഗ്യവകുപ്പ് കർശന ജാഗ്രത പുലർത്തുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ, കിണറുകളൊക്കെ തന്നെ വെള്ളം ശുചീകരിക്കുന്ന പ്രവർത്തികളുമാണ് നിലവിൽ ഈ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. നേരത്തെ 42 ഒപ്പം തന്നെ 67 വയസ്സുള്ള 2 പേർ സമാനമായ രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിക്കുന്ന ഒരു ഘട്ടം കൂടിയുള്ള സാഹചര്യത്തിലാണ് ഈ കർശനമായ നിയന്ത്രണം നിലവിൽ ഈ മലയോര മേഖല ആരോഗ്യവകുപ്പ് പുലർത്തിയിരിക്കുന്നത്. ഗോപി, ഒരു ഭാരത സർക്കാർ ഉത്പന്നം എന്ന മലയാള സിനിമയുടെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ്. പേരിൽ നിന്ന് ഭാരതം എടുത്തു കളഞ്ഞ് സർക്കാർ ഉൽപ്പന്നം എന്ന് ചുരുക്കാനാണ് നിർദ്ദേശം. മതിയായ കാരണങ്ങൾ വ്യക്തമാക്കാതെയുള്ള സെൻസർ ബോർഡ് നിർദ്ദേശം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നാണെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചു. ഈ മാസം 8-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമെന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പോസ്റ്ററുകളും പ്രചരണ ബോർഡുകളും ഉയർത്തിയിരുന്നു. ഇതിനിടയിലാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ കടുംവെട്ട്. ചിത്രത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ബോർഡിന് ഒരു തർക്കവുമില്ല. പിന്നെ എന്തിനാണ് ഭാരതമെന്ന വാക്ക് ഒഴിവാക്കേണ്ടതെന്ന് ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സുധീഷ്. നമ്മൾ പേര് വെച്ച് 1.5 വർഷമായി. അപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്ന എന്ന രീതിയിൽ നമ്മളതിൽ കണ്ടന്റ് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ട്രെയിലർ കൊടുത്തു. അപ്പോൾ അതിന് നമുക്ക് അനുമതി തന്നു. അപ്പോൾ പിന്നീട് നമ്മൾ സിനിമ സെൻസറിന് കൊടുത്തു. അപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ്, ഒരു പ്രശ്നമില്ല, കട്ടില്ല, പക്ഷേ ഭാരതം എന്ന് പറയുന്ന പേര് മാറ്റണം. അപ്പോൾ നമ്മൾ എന്താണ് പ്രശ്നം? ഒന്നുമില്ല, നിങ്ങൾ കേരള സർക്കാർ എന്നിട്ടോ കർണാടക സർക്കാർ എന്ത് പറഞ്ഞിട്ടോ, പക്ഷേ ഭാരതം എന്ന പേര് മാറ്റണം. മതിയായ കാരണങ്ങൾ പറയാതെയാണ് സെൻസർ ബോർഡിന്റെ നടപടി. പ്രതിഷേധത്തോടെ സർക്കാർ ഉൽപ്പന്നം എന്ന പേര് സ്വീകരിക്കുന്നുവെന്ന് സംവിധായകൻ TV രഞ്ജിത്ത്. അവരുടെ അടുത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കാം എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കാരണം പറയുന്നില്ല. അവർ പറയുന്നത് ഭാരതം എന്ന് പറയുന്നത് കാണാൻ പാടില്ല. അത് എന്താണ് ഈ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നില്ല. ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല, ഒരു സർക്കാർ ഉൽപ്പന്നം എന്നുള്ള പേര് തന്നെ ഇറക്കാനേ പറ്റുള്ളൂ. പേരുമാറ്റം തടയുന്നതിന് റിവ്യൂ കമ്മിറ്റിക്ക് കൈമാറാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചെങ്കിലും അതിന് കാലതാമസം നേരിടുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. 24 കൊച്ചി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം ഇന്നും നടന്നില്ല. സാങ്കേതിക പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് ശമ്പളം ലഭിക്കാൻ ഇനി തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ രംഗത്ത് വന്നു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ, ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം എന്നത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രശ്നമായി നിൽക്കുന്നു. ഈ സാങ്കേതിക പ്രശ്നം എന്നതാണല്ലോ അവർ പറയുന്ന ഒരു കാരണം. ഇത് എത്രത്തോളം ശരിയാണ്? ഈ സാഹചര്യം എന്ന് മാറും? ഗോപി, 1-ാം തീയതി വേതനം കിട്ടേണ്ടത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കാണ്. വിവിധ വകുപ്പുകൾ, സെക്രട്ടേറിയറ്റ്, റവന്യൂ, ജലസേചന വകുപ്പ്, ട്രഷറി, നികുതി തുടങ്ങി നിരവധി വകുപ്പുകളിലെ ജീവനക്കാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർക്കാണ് ശമ്പളം മുടങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഇവർക്ക് ഇവരുടെ ശമ്പളം ട്രഷറി അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ട്രഷറി അക്കൗണ്ടുകളിൽ നിന്ന് ട്രഷറി അക്കൗണ്ടായി ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം വന്നിട്ടുണ്ട്. അത് സർക്കാർ രേഖകളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പണം അവർക്ക് ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ജീവനക്കാർ തന്നെ പറയുന്നത് സർക്കാർ ഈ അക്കൗണ്ടുകൾ, അതായത് ട്രഷറി അക്കൗണ്ടുകൾ മരവിപ്പിച്ചതാണ് ഈ പണം പിൻവലിക്കാൻ സാധിക്കാതെ പോകുന്നതെന്നാണ് അവർ പറയുന്നത്. ഫലത്തിൽ ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിയാത്തതാണ് ഈ ശമ്പള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലാണ് സർക്കാർ ജീവനക്കാർ. അതിൽ തന്നെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ജീവനക്കാർ പറയുന്നത് ലോണുകളും ഒപ്പം EMI അടക്കമുള്ള തിരിച്ചടവുകൾ ഉണ്ട്. അത് 1-ാം തീയതി അടയ്ക്കേണ്ടതാണ്. അവയിൽ പലതും മുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ നൽകിയിരുന്നില്ല. തങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം ലഭിക്കില്ല എന്ന ഒരു നിർദ്ദേശമൊന്നും നൽകിയിരുന്നില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തന്നെ ഈ ട്രഷറി ബാങ്ക് അക്കൗണ്ട് വഴി
നേരിട്ട് പണം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ശമ്പളം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സാങ്കേതിക പ്രശ്നമൊന്ന് തടിയൂരാനാണ് ധനമന്ത്രി ശ്രമിച്ചത്. ആ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, അതിന് പുറമെ കേന്ദ്രം പണം തടഞ്ഞു വെച്ചതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായതെന്നും കെ എൻ ബാലഗോപാൽ. ശരി അലക്സ്, ഏതായാലും പല ന്യായീകരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, തിങ്കളാഴ്ചയെ പരിഹരിക്കാൻ കഴിയൂ എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സറ മുഹമ്മദ്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്ന് വ്യക്തമാക്കിയ കോടതി ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി വിഷയത്തിൽ സർക്കാർ സമഗ്രമായ മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചു. കേസിൽ ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്ന ഓരോ ദിവസത്തിനും 1 ലക്ഷം രൂപ വീതം 72 ദിവസത്തേക്ക് 72 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 വർഷമായി ഇത് സംഭവിച്ചിട്ട്. തെറ്റ് ചെയ്തവര് ഇതുവരെ ഒരു നടപടിയും അവരുടെ മേലെ ഉണ്ടായിട്ടില്ല. എത്ര പൈസ കിട്ടിയെങ്കിലും ഞാൻ അനുഭവിച്ച വേദന അത് ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എക്സൈസിന്റെ ഭാഗത്തിൽ നിന്ന് ഭയങ്കരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ബാഗിൽ നിന്നും സ്കൂട്ടറിൽ നിന്നും വ്യാജ LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു ഷീല സണ്ണിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇത് ലഹരിയല്ലെന്ന് തെളിഞ്ഞു. ഷീല സണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് വ്യാജക്കേസിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. 24 കൊച്ചി. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്.